വിഷ്ണു അവന്റെ മരണം മുൻകൂട്ടി കണ്ടിരുന്നു ശാരദാമേ. അല്ലെങ്കിൽ മരണശേഷം അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായി ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നല്ലോ. അതും എന്നെ സാക്ഷിയാക്കി. കണ്ണ്, ഹൃദയം എല്ലാം അവൻ ദാനം ചെയ്തിരുന്നു. ആണോ? പലരിലൂടെയായി വിഷ്ണു ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതറിഞ്ഞപ്പോ ശാലിനിക്കൊരാഗ്രഹം, വിഷ്ണുവിന്റെ അവയവങ്ങള് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നെന്ന് അതൊന്നറിയണോന്ന്. ഈ ഫയലില് വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളിന്റെ ഡീറ്റെയിൽസാ ഉള്ളത്. ഇത് ഞാൻ ശാലിനിയെ ഏൽപ്പിക്കാൻ പോവായിരുന്നു. അപ്പോഴാ ശാരദാമ്മ വിളിച്ചത്. വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. അയ്യോ, ഇത് ശിവനോ? ഇയാൾക്കാണോ വിഷ്ണു ഹൃദയം കൊടുത്തത്? അതെ. എന്റെ ഭഗവാനെ, എന്തൊരു പരീക്ഷണമായത്! എന്താ ശാരദാമേ, ഇയാളെ അറിയോ? ആ, അറിയും. വിഷ്ണുവിന്റെ ഹൃദയമായിട്ട് ഇയാൾ ആ വീട്ടിലെത്തിക്കഴിഞ്ഞ രേഷ്മ. എന്താ നിന്റെ ഉദ്ദേശം? ഇനി ആരെ ഇല്ലാതാക്കാനാ നീ ഇവിടെ കടന്നുകൂടിയിരിക്കുന്നെ? നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ് വിഷ്ണുവിന്റെ ഹൃദയം ശാലിനിയുടെ അരികിൽ എത്തിക്കഴിഞ്ഞു. അവൻ അവളെ മരണത്തിൽ പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം വേറെ വേണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാരദാമ്മ എന്തൊക്കെയായി പറയുന്നേ? മോളെ, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ഈശ്വരൻ മനസ്സുകൊണ്ട് അറിഞ്ഞു ഒന്നിപ്പിച്ചതാ ശാലിനിയും വിഷ്ണുവിനെ. ഹൃദയം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ബന്ധം. അതങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിച്ചെറിയാൻ പറ്റില്ലെന്ന് വിഷ്ണു തന്നെ തെളിയിച്ചിരിക്കുകയല്ലേ. ശാരദാമ്മേ, എനിക്കിപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല. മോളെ, ഇയാളിപ്പം ശാലിനി താമസിക്കുന്ന വീട്ടിലുണ്ട്. സത്യമ്മയുടെ വീട്ടിൽ, അവരിൽ ഒരാളായിട്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതുപോലെ എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും ഞാൻ എത്തുന്നതിന് മുമ്പ് പോവാൻ നോക്കുക. ഇയാളോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മോളെ, ശാലിനി ഒരിക്കലും ഇക്കാര്യം അറിയരുത്. ഈ ഫയൽ ഒരിക്കലും അവള് കാണുകയും ചെയ്യരുത്.